മോഹൻലാൽ മോഹൻലാൽ മൈ ഗോഡ് ദേ ഇരിക്കുന്ന കുട്ടി ഉണ്ടതാ ലാലേട്ടൻ ഫാനോ ലാലേട്ടൻ തായ്ലാൻഡിൽ വന്നിട്ട് ലാലേട്ടൻ ഫാനിലൊക്കെ ലാലേട്ടൻ എല്ലാ പടവും കണ്ടിട്ടുണ്ട്. വി ആർ ഓൾസോ ലാലേട്ടൻ ഫാൻ, മോഹൻലാൽ ഫാൻസ്. കൈയണ്ട ഇതിന്റെ പേര് രോമാഞ്ചം. ലാലേട്ടന്റെ പേര് ഇവിടെ വന്നു തായ്. We are at Walking Street Pattaya. എടാ മുതലക്കുട്ട ഭയങ്കര ക്യൂട്ടാണ്. അപ്പൊ നമ്മള് തായ്ലാൻഡ് വന്ന ആദ്യമായിട്ട് ക്രൊക്കോഡൈൽ ഫ്രൈ കഴിക്കാൻ പോവാണ്. മുതല പൊരിച്ചത്. അത് ഒറിജിനൽ പ്ലെയിന് ഒറിജിനൽ പ്ലെയിനാന്ന് തോന്നുന്നു കേട്ടോ. കാറാണ് എൻ്റെ തോളി കിടക്കണത്. കാറ കടിക്കോന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഫുഡ് മാത്രമല്ല പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള പ്ലേസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ടോ? ഫ്രൂട്ട്സ് ഉണ്ടോ? പ്ലാസ്റ്റിക് ആണെന്ന് തോന്നിപ്പോ നോക്കൂ. പ്ലാസ്റ്റിക് ഒന്നാ വെക്കാടോ. നമ്മുടെ പുൽച്ചാടിക്കുട്ടൻ ഫ്രൈ ആയി റെഡി ആയിരിക്കാണ്. ണ്ടാ ചെല്ലം പാടി നടക്കും പുൽച്ചാടി, ഞാനും നിന്നെ പോര് പുൽച്ചാടി. ഹലോ. അപ്പോൾ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ്, തായ്ലാൻഡിലെ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ. അതും നമുക്കൊന്ന് മസാജ് ചെയ്യാൻ അറിയില്ല. പിന്നെ വേറെ സംഭവം, ഈ മസാജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർ അയ്യോ ടായ് മസാജ് എന്നൊക്കെ പറയുമ്പം വേറെ രീതിക്കൊക്കെ ആക്കി ചിന്തിക്കണം. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ പ്രൊഫഷണൽസാ. കിടിലോ. ഇവിടെ ഒരുപാട് മസാജ് സെന്റേഴ്സ് ഉണ്ട്. ഭയങ്കര വില കുറവാണ്. 200-250 ബാത്തൊക്കെ ആവുള്ളൂ. കണ്ടോ, ഫസായ് ലക്ഷ്മി ഹെൽത്ത് മസാജ്. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല മസാജ് ചെയ്യണത്. പക്ഷെ എങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഹലോ. അപ്പോൾ നമ്മൾ ഫുഡ് മസാജ് ചെയ്യാതിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ വന്ന സെയിം പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് തന്നു, കംഫർട്ടബിൾ ആവാനായിട്ട്. ഓക്കെ. മോഹൻലാൽ മൈ ഗോഡ് ദേ ഇരിക്കുന്ന കുട്ടി ഉണ്ടതാ ലാലേട്ടൻ ഫാനോ ലാലേട്ടൻ തായ്ലാൻഡ്. ദേ ഇരിക്കുന്ന ആ ചേച്ചി ലാലേട്ടൻ ഫാനാ. ഇവിടെ തായ്ലാൻഡിൽ വന്നിട്ട് ലാലേട്ടൻ ഫാനിലൊക്കെ ലാലേട്ടൻ എല്ലാ പടവും കണ്ടിട്ടുണ്ട്. വി ആർ ഓൾസോ ലാലേട്ടൻ ഫാൻ, മോഹൻലാൽ ഫാൻസ്. കൈ നോക്കി കൈയണ്ട ഇതിന്റെ പേര് രോമാഞ്ചം. ലാലേട്ടന്റെ പേര് ഇവിടെ വന്ന് പറയുമ്പോ എന്റെ മോനെ. ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. അണ്ണാ ലാലേട്ടാ സംഭവം ആണ് കേട്ടോ. ആക്ച്വലി ഐ എം എ സിനിമോട്ടോഗ്രാഫർ, ക്യാമറാമാൻ ഇൻ ഫിലിം ഇൻഡസ്ട്രി. നമ്മൾ മസാജ് ചെയ്ത് ഇവരാണ് മസാജ് ചെയ്ത്. ഇതാണ് ഓണർ. ഇവിടെ നമുക്ക് ഇവരുണ്ട്. ഓക്കെ ഹായ്. ഓക്കെ ബൈ കിടുന്ന മനുഷ്യരാണ് ഇവരൊക്കെ. നമ്മള് വാക്കിംഗ് സ്ട്രീറ്റ് പോകാനായിട്ട് ഓട്ടോ കാത്ത് നിൽക്കുകയാണ്. ഓട്ടോ അല്ല, ഇവിടെ തൊട്ടക്കോ അങ്ങനെ എന്തോ പറയാം. അത് കാത്ത് നിൽക്കുകയാണ്. അത് വന്ന് അധികം അല്ലെ നടന്നു വേണ്ടി ഒരു 2 കിലോമീറ്റർ ഉണ്ട്. നോക്കതെ അടിപൊളിയാണ്. രാത്രി ആകുമ്പോൾ തന്നെ തായ്ലാൻഡൊക്കെ ലൈറ്റൊക്കെ വന്ന് സെറ്റാണ്. അങ്ങനെ നമ്മളിവിടുത്തെ ടക്ടുക് അങ്ങനെ എന്തോ പറയുന്ന ഒരു വണ്ടി കയറിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഓട്ടോ പോലെയും ഒരുപാട് ആൾക്കാർ കയറിയിരിക്കുന്നത്. അതെ. സോ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പട്ടായ പോലീസ് സ്റ്റേഷൻ. ഇത് അവിടെ ഒരു ചുവപ്പ് നല്ല റെഡ് കളറിലൊരു ബോർഡ് ഉണ്ടാവും. അതാണ് പട്ടായ പോലീസ് സ്റ്റേഷൻ. We are at Walking Street Pattaya.
അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ടോ ബാക്കിൽ, വാക്കിംഗ് സ്ട്രീറ്റ്. അതിനകത്തേക്കാണ് നമ്മൾ പോകാൻ പോണത്. ഇവിടെ ഭയങ്കര ബഹളമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട കുറെ കാര്യങ്ങളൊക്കെ അറിയാവൂ, ഇതിൻ്റെ അത് മറ്റേ അങ്ങനെ എങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് പോയി നോക്കാം അല്ലേ. അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അത് എൻട്രി ആയി. ഇവിടെയൊക്കെ വൺ സെറ്റപ്പ് ആട്ടാ. ഇത് ഏതാ ലോകം? ചൈനയിൽ വന്ന പോലെ ഉണ്ട് സത്യം. ഇത് ഏതാണ് ലോകം എന്നൊരു പിടിയില്ല. അതെ, അതായത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന സംഭവമാണ് കഞ്ചാവ്, ബീഡ്സ് അല്ലേ. അതുകൂടെ പബ്ലിക് ഇരുന്ന് വലിക്കാം. അതിന് ഒരുപാട് ഫ്ലേവറും നല്ല അടിപൊളി ഇരുന്ന് ഒക്കെയുള്ള ബീഡ്സ് കഫേ ഒക്കെ ഉണ്ട്. ഉണ്ടോ, അതെന്തോ ഗെയിമാണ്. പിടി പിടി. വെറും കപ്പ്. കിട്ടിയാ? ടർക്കിഷ് ഐസ്ക്രീം സൂപ്പർ. വിളിച്ചോട്ടെ കണ്ടില്ലേ, ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഞാൻ പറഞ്ഞില്ലേ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഫുള്ളി ഫാമിലിക്കല്ല, ഫാമിലിയായിട്ട് ഇവിടെ കുഞ്ഞു കുട്ടികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ അവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ സെറ്റാവുമെന്ന് അറിയില്ല. ഇവിടെ ഒരുപാട് മദ്യവും മദ്യവും ബീഡ്സും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പക്ഷേ ഒരിക്കലെങ്കിൽ വന്ന എക്സ്പീരിയൻസ് ആണ് ഇവിടെയൊക്കെ. ഇവിടെ കണ്ടില്ലേ ഫുൾ കളർഫുൾ ആണ്, കളർഫുൾ സെറ്റ് സാധനം. ഒരുപാട് പബ്ബും ബാറുകളും ആ സെറ്റപ്പാണ് ഇവിടെ. വരുമ്പം ഈ നമ്മുടെ എന്താ പറയുക ബ്രൗഷർ അക്കൗണ്ട് പ്രലോഭിപ്പിക്കാൻ പല ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഓക്കെ, മൈൻഡ് ചെയ്യരുത്. അതെ, അതിലൊന്നും തളരരുത്. ഉണ്ടോ? അടി അടി, ഇത് കൊള്ളും, ഇത് കൊള്ളും. നോക്ക് കണ്ടാ അടി. ഇത് നമ്മൾ കൊള്ളിപ്പിച്ച പോയിന്റ്സ് ആണ്. ഇത് കണ്ട 1 2 3 4 5 6 7 7 100 ബാത്താണ് ചെറിയ പിസ്റ്റൽ പരിപാടി. അത് നല്ല രസം കേട്ടോ. ഇത് നമുക്ക് എടുക്കുമ്പോഴേ ഒറിജിനൽ തോക്ക് പോലെ ഫീൽ ആവും. നമുക്ക് കാശ് കൊണ്ടുവന്നതിന് കുഴപ്പമില്ല. ഇവിടെ ATM ഉണ്ട്. സോ ഇന്ത്യൻ ക്രെഡിറ്റ് കാർഡോ ATM യൂസ് ചെയ്ത് ഇവിടെ മാറ്റാൻ പറ്റും. ഇവിടെ ഷവർമ ഇതാക്കുന്നുണ്ടോ? ഒരു മിഷ്യം വെച്ചാ നൈസല്ലേ? അതെ, താങ്ക് യു. 100 ബാത്തിന് ഷവർമ നമുക്ക് കഴിച്ചു നോക്കാം. 100 അല്ല 120. അതെ, ഷവർമ, തായ്ലാൻഡ് ഷവർമ കഴിച്ചു നോക്കാം. ഞാൻ ട്രൈ നോക്കട്ടെ. എങ്ങനെയുണ്ട്?
പോരാ, എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇഷ്ടമായില്ല. പക്ഷെ എനിക്കിഷ്ടമായി. വന്നിട്ട് എനിക്ക് അത്ര ഓക്കെ ആവാത്തത് ഷവർമയാണ്. പക്ഷെ എനിക്ക് തായ്ലൻഡ് ഒന്നും എല്ലാ ഫുഡും ഇഷ്ടമാവണം. എനിക്ക് ഷവർമ ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഏത് സൈഡിൽ തുടങ്ങണമെന്നുള്ള കൺഫ്യൂസ്. എവിടെയൊക്കെയാണ് കളറായിട്ട് പൊളിയാണ്. പീസ് ഉണ്ടോ? അയ്യോ, അത് മഷ്റൂമാണ്. സൈസ് നോക്കിയേ. മഷ്റൂം എനിക്കറിയില്ല എന്തൊക്കെയാ സംഭവമാണ്. മറ്റേ മഷ്റൂമിൻ്റെ വേറെ തന്നെ. അടിപൊളി കിടിലം. ഇതിന് വലിയ വാക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് ഇതായിരിക്കില്ല. ഇതൊക്കെ നല്ല സോപ്പാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഫ്ലേവർ മണോ. ഇരിക്കണണ്ട മുതല പല്ല് കണ്ട പല്ല് എല്ലാം കണ്ടോ. ഇത് കുഞ്ഞു തവള, കുഞ്ഞ് പുൽച്ചാടി, അല്ല വേറെന്തോ ഒരു തരം പുൽച്ചാടി, പിന്നെ പട്ടുനൂൽ പുഴു, പിന്നെ വലിയ പുൽച്ചാടി. പുൽച്ചാടി കണ്ടോ. നമ്മൾ പുൽച്ചാടി കഴിക്കാൻ പോവാം. ലാർജ് ഓൺ. എൻ്റെ ഒന്നോ ഹെവി. കാറ ഇതിന്റെ പേരാണ് കാറ. നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങി. കാരണം വെച്ചാൽ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാനുള്ള കണ്ടന്റ് ഒന്നും അതിൻ്റെ അകത്തില്ല. ഓക്കെ, അതെ, പറ്റാത്ത കാര്യങ്ങളാണ്. നമുക്കൊരു ഫാമിലിയൊക്കെ ഉള്ളല്ലേ, നമ്മുടെ ആൾക്കാർക്കും നമുക്കും പറ്റിയത്. നമുക്ക് ഈ ഫുഡ് പരിപാടി തിന്നും കുടിച്ചൊക്കെ നടക്കണല്ലേ പരിപാടി ഇഷ്ടം. ഒരു കിട്ടില്ല ഫുഡ് സ്ട്രീറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രൂട്ട്സ് കയറുമ്പോൾ തന്നെ ഫ്രൂട്ട്സിൻ്റെ മണം അല്ലേ. നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു തരാം. ഇവിടെ ഒരു പ്ലെയിനും ഉണ്ട്, ഇറക്കി നിർത്തിയിട്ടുണ്ട്. കണ്ടാ അവിടെ പ്ലെയിൻ നിൽക്കണണ്ടാ. ഓയ്, അത് ഒറിജിനൽ പ്ലെയിന്. ഒറിജിനൽ പ്ലെയിനാന്ന് തോന്നുന്നു കേട്ടോ. അതെ. ഞാൻ ഇന്ന് എവിടെ നിന്ന് തുടങ്ങുന്ന ഒരു പിടിയില്ലല്ലോ. എന്തോ കഴിക്കുന്ന ഒരു പിടിയില്ല. മാംഗോ സ്റ്റിക്കി റൈസ്. ഇന്ന് ഇവിടെ ഒരു പൊളിക്കാനാണ് നമ്മളെ പരിപാടി. നമുക്ക് ആദ്യം ജ്യൂസ് കുടിക്കാവോ? നമുക്ക് പൊമഗ്രാനൈറ്റ് അല്ല, പച്ച കുടിക്കാം. പച്ച. അവക്കാഡോ. ഹലോ, അവക്കാഡോ ഹൗ മച്ച്? 80. ഭയങ്കര സൂപ്പറാണ്. ഇത് ഫ്രൂട്ട്സ് ഉണ്ടോ? ഫ്രൂട്ട്സ് ഉണ്ടോ? പ്ലാസ്റ്റിക് ആണെന്ന് തോന്നിപ്പോ. നോക്കൂ, പ്ലാസ്റ്റിക് ഉണ്ടോ? അവക്കാഡോ. ഇത് ഓറഞ്ച്. ഓപ്പൺ. ഒരു സുന്ദരിയായ കൊച്ച് ഇതാ ഇവിടെ അവക്കാഡോ ഒക്കെ വിൽക്കുന്നു. പ്ലാസ്റ്റിക് ആണോ ഇത്? താങ്ക് യു. ഇത് 80 ബാത്താണ്, എന്നുവെച്ചാൽ 80 ബാത്താണ്. അതെ, ഇവിടെ ഒരു തന്നെ കെട്ടി തൂക്കിയിട്ടിരിക്കണ. ഇത് ടർക്കി, താറാവാ, അങ്ങനെ എന്തോ ആണ്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു പിടിയില്ല ഞങ്ങൾക്ക്. അങ്ങനെയുണ്ട്. ഇവിടുത്തെ ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലേ, അതാ പറയട്ടെ. എന്റെ മോനെ, നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എന്തോ സാധനം ഇതൊക്കെ ഉണ്ടല്ലേ. ഇതാ ഇവിടെയൊക്കെ ഒരുപാട് ഫ്രൂട്ട്സ് ആണ്. നോക്കിയേ, ഫ്രഷ് എന്നൊക്കെ പറഞ്ഞാലേ. ഇത് നമ്മുടെ നാട്ടിലെ പഴം 80 ബാത്ത്. ഇത്രയും 80 ബാത്താ. ഇത് നമ്മുടെ നാട്ടിൽ 10-20 രൂപയ്ക്ക് ഉണ്ട് സാധനം. കുഞ്ഞ് ആപ്പിൾ ഉണ്ടല്ലേ, ഫ്രഷാണ്. ഫ്രഷ്. ഇതേ മാങ്ങയൊക്കെ ഇട്ട്. ഇതെന്ത്? ഇത് ഡൂറിയൻ. ഇതിൻ്റെ പേരാണ് ഡൂറിയൻ. എത്ര ഇത്? ഹൗ മച്ച്? 1000 1000 എത്ര ബാത്താണ് ഈ സാധനം. ഹോട്ടൽ റൂമിൽ പോലും കേട്ടില്ല. പക്ഷേ ഫ്രഷ് നോക്കിയേ. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ച് നോക്കിയേ. ഫ്രൂട്ട്സ് കഴിക്കോ, ഫുഡ് കഴിക്കോ? അതോ അയ്യോ, ഇതിൻ്റെയൊക്കെ ചന്ത നോക്കിയേ. ഇതെന്തോ സംഭവം എന്നറിയില്ല. എന്തോ ഒരു മീറ്റാണ്.
എന്തൊക്കെയോ കരിക്കുകയാണ്. ഓക്കെ, ആഹാ റൺവേ സ്ട്രീറ്റ് ഫുഡാണ്. നമ്മൾ നോക്കി വന്ന ആശ ദാണ്ടായിരിക്കണ്. ചക്കു കണ്ടാ നിങ്ങൾ കാണുന്നുണ്ടാ? നമ്മൾ കുറേ അന്വേഷിച്ച് ഇറങ്ങുന്ന സാധനമാണ്. ഇവൻ തൊഴുതുകൊണ്ടിരിക്കണം, സാറേ വരൂ എന്നെ കഴിക്കൂന്നൊക്കെ പറഞ്ഞ്. ഒറിജിനലാ മുതലിരിക്കണണ്ട, പല്ല് കണ്ട, പല്ല് ഒറിജിനലാ. ഇത് ഒറിജിനൽ മുതലാണ് കേട്ടാ. ഇതിൻ്റെ വാക്കകത്ത് കയറി ക്യാമറ. ആഹാ കണ്ടാ, കടിക്കോ? എൻ്റെ അമ്മോ ഷാർപ്പ്. മുതല അങ്ങനെ നടന്നു വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് ഇവിടെ എന്നെ കഴിക്കൂ ആശാനെ ആരെങ്കിലും വരൂ എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ടിരിക്കണണ്ട. കണ്ടാ എടാ മുതലക്കുട്ട ഭയങ്കര ക്യൂട്ടാണ്. നോക്കിയേ, നാട്ടിലെ ഭീകര ജീവിയാണ് ഇത് ഇവിടെ തൊഴുതുകൊണ്ടിരിക്കണം. ആൾക്കാരെ വരൂ വെൽക്കം എന്ന് പറഞ്ഞ്. എന്താണല്ലേ ഉണ്ട്. ഇത് നമ്മുടെ മുതല കുക്കാവണണ്ട, കണ്ടോ? തായ്ലാൻഡ് വന്ന ആദ്യമായിട്ട് ക്രൊക്കോഡൈൽ ഫ്രൈ കഴിക്കാൻ പോവാണ്. മുതല പൊരിച്ചത്, മുതല ബാർബിക്യൂ കഴിക്കാൻ പോവാണ്. മുതലയുടെ സെൽഫി എടുക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, നമ്മളിവിടെ ബാർബിക്യൂ റെഡി ആവുകൊണ്ടിരിക്കണേ. എന്താണോ ആവുമെന്നുള്ള ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണേ. നമ്മളെ മുതല ഗ്രില്ലായി കൊണ്ടിരിക്കുക. ചേച്ചി ഹായ് പറഞ്ഞോ? നമ്മളെ മുതല ഗ്രില്ലായി കൊണ്ടിരിക്കുക. എക്സൈറ്റഡ് ആണോ, ടെൻഷനാണോ, പേടിയാണോ? എനിക്ക് ആക്ച്വലി പേടിയില്ല, കാരണം പേടിയില്ല, ക്യൂട്ടാണ് കാണാൻ. നോക്കും, കുട്ടൂട്ടൻ മുതല. മുതലായതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടാവും, പക്ഷെ നമുക്ക് കഴിച്ചു നോക്കാം. നമ്മൾ ചെറുതായി പറഞ്ഞിരിക്കണേ. തായ്ലൻഡ് വന്നിട്ട് മുതല വാങ്ങിക്കോ. മുതല വാങ്ങുവാണ്. മുതല ബാർബിക്യൂ ഇവിടെ റെഡിയാണ്. കഴിച്ചു നോക്കാം. അതെ, നല്ല മണം. അടിപൊളി. നീ എങ്ങനെ പറയാനാ? ഒരു താറാവിന്റെ ടേസ്റ്റ് അടിപൊളിയല്ലേ? ഒരു താറാവിന്റെ ടേസ്റ്റ്, ഒരു മീനിന്റെ ടേസ്റ്റ്, എല്ലാം കൂടി ഒരു മിക്സ് ആയ ടേസ്റ്റ് ഉണ്ട്. മുതല ഇത്രയും കിടിലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വൈറ്റ് മീറ്റ് ആണ് മുതല. ഭയങ്കര പ്രോട്ടീനാണ് മീറ്റ്. എൻ്റെ അടുത്ത് തായ്ലാൻഡ് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കേട്ടോ, ഫുഡിൻ്റെ ഫുഡാണല്ലോ മെയിൻ ഉദ്ദേശം. അതിലൊന്നായിരുന്നു മുതല. ഭയങ്കര ഡ്രീമായിരുന്നു. ഓർമ്മ ഞാൻ പണ്ട് എപ്പോഴും പറയും, പേടിയുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, മുതലല്ല, ഒരു വൃത്തിയൊന്നും ഇല്ലാത്തൊരു മുതല അല്ല. മുതല ഭയങ്കര വൃത്തിയാണ്. പിന്നെ ഇവിടെ ഈ കാട്ടിലും മറ്റേ ആറ്റിൽ കിടക്കുന്ന മുതലൊന്നുമില്ല. ഈ മുതല എന്ന് പറയുന്നത് ഒരു ഫാമിൽ വളർത്തുന്നതാണ്. അതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ 4 വർഷം വയസ്സിന് താഴെയുള്ള മുതല മാത്രമേ ഒരു കുക്കിയുള്ളൂ. അറിയോ? 4 വയസ്സിന് താഴെയുള്ള മുതല മാത്രമേ കുക്കിയുള്ളൂ ഇവിടെ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് എവിടെ കിട്ടിയത് വാങ്ങിക്കണം. നാളെ ബാങ്കോക്ക് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ കഴിക്കാം നമുക്ക്. നമ്മളെ ഫുഡ് ഇഷ്ടങ്ങളാട്ടോ നമ്മൾ പറയണേ. നമ്മുടെ ഇപ്പം സൂപ്പർ ഡൂപ്പറിൻ്റെ ഫുഡിൻ്റെ ഇഷ്ടങ്ങളെ നമ്മുടെ ടേസ്റ്റ് രീതിയിൽ നിങ്ങളെ പുഷ് ചെയ്യാറില്ല. ഓക്കെ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇതൊക്കെ. ബാക്കി എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ഇല്ല, ഇഷ്ടമായി ശരിക്കും. ഞാനൊരു കൗതുകത്തിന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. സോ ഇവിടെ വന്ന ഒരുപാട് ഫുഡുണ്ട്. ചിക്കൻ, ബീഫ്, എല്ലാ സംഭവം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരുപാട് ബാർബിക്യൂസ് ഉണ്ട്. ഉണ്ടോ? ബാർബിക്യൂസിൻ്റെ വെറൈറ്റീസ് ഉണ്ടോ? അത് മഷ്റൂമാണ്. സൈസ് നോക്കിയേ, മഷ്റൂം. എനിക്കറിയില്ല എന്തൊക്കെയാണ് സംഭവമാണ്. മറ്റേ മഷ്റൂമിൻ്റെ വേറെ തന്നെ ഒന്നറിയില്ല. സംഭവം ഒന്നും ഒരു പിടിയില്ല. അതുകൊണ്ട് ആ ചേച്ചി ഉണ്ടാക്കുന്നുണ്ടാ കട്ട് ചെയ്ത് നൈസ്. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫിഷ് ഫുഡ് കലവറ കണ്ടില്ലേ? ദേ ഉണ്ടോ? ഇവനെ നോക്കി, ഇതൊക്കെ ഫിഷ് കഴിച്ചാലോ? അയ്യോ വേണ്ട, വേറെ എന്തുവേണമെങ്കിൽ കഴിക്കാം. ശരിക്കും ഫിഷ് ചെയ്യാൻ കൊതിയാവണം.
സോ നമ്മളിപ്പോൾ ഇതാ ഒരു ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഫ്രൈഡ് ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന്. നമ്മളവിടെ കിട്ടുന്ന ആ KFC ഫ്രൈഡ് ഒന്നുമില്ല, ഇത് വേറെ ലുക്ക് എന്തോ, അതുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തത്. പിന്നെ ഇതാ ഇവിടെ ചിക്കൻ നട്ട്കറ്റ്സ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ഷ്രിമ്പ് ഓക്കെ. എനിക്ക് ഷ്രിമ്പ് കഴിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഗായത്രി ഫിഷ് കഴിക്കാത്തതുകൊണ്ട് എനിക്കിത് വാങ്ങിയ നഷ്ടം. നമ്മുടെ ബാക്കിൽ തന്നെ പാറ്റ പഴുതാര എല്ലാം ഇരിപ്പുണ്ട്. ട്രൈ ചെയ്താലോ? കഴിക്കണോ വേണ്ടോ എന്നുള്ള കഴിക്കണം. വേറൊന്നുമല്ല, ചൂടില്ലെന്നേ, ആളില്ല ഇവിടെ. ചൂടില്ലാന്ന് തണുത്ത് കിടക്കണം പാറ്റ വലിയ നല്ലോണം പല്ലി പഴുതാരി കഴിച്ചു ചൂടോടെ ഫ്രൈ ചെയ്യിപ്പിക്കാം. ആണോ? ഫ്രൈ ചെയ്യിപ്പിക്കാം. ഫ്രൈ നോക്കിയാലോ? ഫ്രൈ ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ മിക്സഡ് ആയിട്ട് ചോദിച്ചു. ഇവിടേക്കുന്ന എല്ലാം കണ്ടോ, ഇത് കുഞ്ഞ് തവള, കുഞ്ഞ് പുൽച്ചാടി, വേറെന്തോ ഒരു തരം പുൽച്ചാടി, പിന്നെ പട്ടുനൂൽ പുഴു, പിന്നെ വലിയ പുൽച്ചാടി. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന വലിയ പുൽച്ചാടിയാണ്. നമുക്ക് കഴിച്ചോ കാണാം. മിക്സഡ് ബൗൾ വെച്ചപ്പം ചേച്ചി പറഞ്ഞു തരാൻ പറ്റൂല മോനെ, മിക്സഡ് ഇതുകൊണ്ടേ, നോ മിക്സ് ആറ്റ് എന്ന് പറഞ്ഞു. സോ നമ്മൾ പുൽച്ചാടി പറഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്കുള്ള പുൽച്ചാടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവനാണ് എണ്ണയിലിട്ട് കറുപിറുന്ന് ഫ്രൈ ചെയ്യാൻ പോണത്. ഓക്കെ, ഇവർ ജസ്റ്റ് ഒരേ ഒരു വേറെ എന്തൊക്കെ ഇല മാത്രമേ ഇട്ടുന്നുള്ളൂ. പുൽച്ചാടി ഇതാ ചേച്ചി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ജസ്റ്റ് എന്താ ഇല മാത്രമേ ഉള്ളൂ. ഇതാ പിന്നെ ഇതാ എണ്ണ സ്പ്രേ ചെയ്യുന്നുണ്ട്. ചകു, പുൽച്ചാടി കഴിക്കാൻ എന്താണ് ഇപ്പോൾ മനസ്സിലായി? എക്സൈറ്റഡ് ആണ്, കാരണം നല്ല മണം. എക്സൈറ്റഡ് ആണ് പുൽച്ചാടി ഫ്രൈ ആവുന്ന. അസേ കണ്ടില്ലേ, അതെ നമ്മുടെ പുൽച്ചാടി കുട്ടൻ ഫ്രൈ ആയി റെഡി ആയിരിക്കുകയാണ്. കണ്ടാ, ഇവനാണ് ഇനി നമ്മളിങ്ങനെ തട്ടാൻ പോണത്. വേറെ മസാലസ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ലീഫ് ഇട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടാ, പുൽച്ചാടി കണ്ടോ. നമ്മൾ പുൽച്ചാടി കഴിക്കാൻ പോവാം. ഇത് കണ്ടിട്ടും വീണ്ടും നിങ്ങൾ ഞാൻ മുഖം ചുരുക്കണ്ട. കാരണം വെച്ചാൽ ഇവിടുത്തെ പുൽച്ചാടി എന്ന് പറയുന്നത് കാട്ടിൽ നിന്നും മറ്റേ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് അല്ലെ അതിൻ്റെ പേരെന്തോ പിടിച്ചുകൊണ്ട് വേണമല്ല, മനസ്സിലായോ? ഇവർ ഫാമിൽ അതിൻ്റേതായ രീതിയിൽ സയൻറ്റിഫിക്കലി വളർത്തുന്ന സാധനമാണ്. പ്യുവർ പ്രോട്ടീനാണ്. പക്ഷെ നമ്മൾ കഴിച്ചു നോക്കില്ല, ടേസ്റ്റ് കൊള്ളില്ലെങ്കിൽ ടേസ്റ്റ് കൊള്ളൂല എന്ന് പറയാം. ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു കിടലം പുൽച്ചാടി വിട്ടെ. ഇവൻ പുൽച്ചാടി 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 ഇവനാണ് നമ്മൾ കഴിക്കാൻ പോണത്. കഴിച്ചോക്കാം കഴിക്കാം. ഉണക്കമീൻ, സിമ്പിൾ. നമ്മളെ ചെമ്മീനുണ്ടല്ലോ ഉണക്കമീൻ, അതിൻ്റെ ടേസ്റ്റ് വേറൊന്നുമില്ല. ഫിഷിന്റെ ടേസ്റ്റ് ആണോ? ഫിഷിൻ്റെ അല്ല, ഉണക്കമീൻ. സീരിയസ്ലി നൈസ്, സിമ്പിൾ. ഭയങ്കര ഉപ്പ് എരിവ് അങ്ങനെ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഉണക്കമീൻ എടുത്ത് കടിച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കും. അവനെങ്ങനെ ഈ ഇലയിൽ പൊതിഞ്ഞ് കഴിച്ചു നോക്കാം. ഭയങ്കര സൂപ്പർ എന്ന് പറയാൻ പറ്റുമോ? ടേസ്റ്റ് ഒന്നും അല്ല, എന്നാലും ഭയങ്കര ബോറല്ല. നമുക്കൊരു ചെറിയ ഇത് ഏതാ ഉണക്കമീൻ, പിന്നെ ചിലപ്പോൾ പോപ്കോണൊക്കെ മൊരിയുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെയാണ്. കുഴപ്പമൊന്നുമില്ല അങ്ങനെ. എനിക്ക് പക്ഷേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കഴിക്കാൻ പറ്റുമോ. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, കഴിക്കാം. ചെല്ലം പാടി നടക്കും പുൽച്ചാടി, ഞാനും നിന്നെ പോര് പുൽച്ചാടി. പാമ്പ് കണ്ടോ? കണ്ടോ? Name. Species ball python, but Ball python. Kara. Kara. Yeah.
കാറാണ് എൻ്റെ തോളിൽ കിടക്കണത്. കാറ കടിക്കുമോ എന്ന് അറിഞ്ഞൂടാ. നല്ല പേടിയുണ്ട്, ടെൻഷനാണ്. പക്ഷേ ഓക്കെ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ നന്ദി? കാറ ഇതിന്റെ പേര് കാറ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കടിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞേ. നന്ദു, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. സോറി, ലൈഫ് ഇൻഷുറൻസ്. ഭാഗ്യം. അയ്യോ, ഇത് പ്ലാസ്റ്റിക് പറ്റുവാണോ? Thank you. ഇതെന്തോ മനസ്സിലായോ? ഇതെന്തോ മനസ്സിലായോ നമുക്ക്? പോർക്കാണ്. പോർക്ക്, കുഞ്ഞു പോർക്കിനെ ഇത് ജിമ്മിൽ പോണ പോസൊക്കെ ആക്കിയിട്ട് അവനെ വലിഞ്ഞു കെട്ടി ചുറ്റിയെടുക്കുന്നുണ്ടോ, ഗ്രില്ല് ചെയ്യുന്നുണ്ടോ? മിസ്റ്റർ പോന്നിക്കര. യെസ്, മിസ്റ്റർ പന്നിപ്പോനിക്കര. കുഞ്ഞു താറാവ് എന്താണ്ടാ? നമ്മൾ റൺവേ മാർക്കറ്റിൽ വന്ന ഈ പ്ലെയിൻ്റെ താഴെയായിട്ട് നമുക്ക് ഫുഡ് മാത്രമല്ല പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള പ്ലേസ് ഉണ്ട്. ഈ സ്ഥലം ആക്ച്വലി ഭയങ്കര ഓർത്താണ്, എക്സ്പ്ലോർ ചെയ്ത് കഴിക്കാം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നിട്ടൊരു 3 മണിക്കൂർ വരും. 3 മണിക്കൂർ വരും. 3 മണിക്കൂർ വരും. നമ്മൾ മറ്റേ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയിട്ട് മാക്സിമം ഒരു 10-20 മിനിറ്റ് അല്ലേ? അതെ. അവിടെ ആക്ച്വലി പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടൊന്നും അവിടെ കവർ ചെയ്യാനില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങ് പോന്നു. ഇവിടെ പോയി കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പിന്നെ ചെറിയ ഷോപ്പിംഗ് സൈറ്റ്സ് ഒക്കെ ജസ്റ്റ് കറങ്ങി കാണാനാണ്. തായ്ലാൻഡ് വന്നിട്ട് ഞാൻ ഏറ്റവും കൂടെ കുടിച്ചത് കരിക്കാണ്. ഇവിടുത്തെ കരിക്ക് പറഞ്ഞാൽ ഫ്രഷാണ്. അപ്പോൾ കിട്ടുന്ന 70 ബാത്തിൻ്റെ ചെറിയ കരിക്ക് കുടിച്ച് മടുത്ത് കാണാൻ എത്രയാണെന്ന് കുടിക്കാണ്. അതുകൊണ്ട് ഈ ഒരു യമണ്ടൻ കരിക്ക്, ഒരു വലിയ കരിക്ക് ഓർഡർ ചെയ്തിരിക്കുകയാണ്. വാവ്, ലാർജ് ഓൺ എൻ്റെ ഒന്നോ ഹെവി. ഹെവി സൈസ് കണ്ടാ? എൻ്റെ അമ്മ എവിടെ വയ്ക്കാം. സൂപ്പർ. ഭയങ്കര ആശ്വാസമല്ലേ ഇത് കുടിക്കുമ്പോൾ? ഇത്രയും വലിയ കരിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിക്കുകയാണ്. സത്യം, നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ കരിക്കില്ല. നമ്മുടെ റൺവേ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അപ്പോൾ തായ്ലാൻഡ് വന്നാൽ ഇവിടെ ഉറപ്പായിട്ട് വരാം. അപ്പോൾ നമുക്ക് എന്താ പരിപാടി? നമ്മൾ 12 മണിയായി, 1 മണിക്ക് അടുപ്പിച്ചായി. കാരണം നാളെ നമുക്ക് കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിൽ പോയി ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ, തായ്ലാൻഡിൻ്റെ പുതിയൊരു കിട്ടുള്ള സാധനമായിട്ട് നമ്മൾ ഉടൻ വരും.